ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ ഈ അവതരണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. കാരണം നല്ല വ്യൂസ് ഉണ്ടായിരുന്നതായിരുന്നു, പെട്ടെന്ന് വ്യൂസൊക്കെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ കുറവെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എന്നോടൊന്ന് പറയാൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗോമതിയും ബാലനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതി ബാലനോട് പറയാം, ബാലേട്ട ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാലോ, വക്കീലിനോട് ഒന്ന് സംസാരിക്കുക എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലന് നല്ല ദേഷ്യം വരികയാണ്. നീ എന്താ ഗോമതി പറയുന്നത്? നമ്മുടെ വക്കീലിനോട് അവന് ശിക്ഷയിൽ ഇളവ് മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയാനോ? അയാൾ ചോദിക്കില്ലേ പിന്നെന്തിനാ ഈ കേസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനുമോളോട് നീ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു പോകരുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പം തന്നെ ഒരു വിളിച്ചു തരാം, നീ ദേവമംഗലത്തേക്ക് പൊക്കോ, ഞാൻ കേസിന് ശേഷം അനുവിനെയും കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയാം. അപ്പൊ ഗോമതി അതിന് സമ്മതിക്കുന്നില്ല. ഇല്ല ബാലേട്ട, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഗോമതിയോട് ബാലൻ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോമതി കണ്ണും തുടച്ചുകൊണ്ട് അവിടെ നിൽക്കുക. അനുശ്രീയും ആര്യനും അങ്ങോട്ട് വരിക. അച്ഛ അമ്മേ, എന്താ ഇവിടെ ഒരു സംസാരം? പെട്ടെന്ന് അനു അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവേ. ഇതെന്താ അമ്മേ, അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുക. ഒന്നുമില്ല മോളെ എന്ന് ഗോമതി അപ്പ പറയാ. വക്കീല് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മോള് ശരിക്കും പഠിച്ചോ? അതൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേ. അമ്മ ഒന്നും ഓർത്തും ടെൻഷൻ അടിക്കണ്ട, കോടതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വേണ്ട വിധം പറഞ്ഞോളാം എന്ന് അനുശ്രീ പറയാണ്. അങ്ങനെ തന്നെ വേണം കേട്ടോ എന്ന് ഗോമതി അപ്പം അനുവിനോട് പറയണം കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി കോടതിയിൽ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അനുവിൻ്റെയും അലോകിൻ്റെയും കേസ് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജഡ്ജി പറയും, രവിവർമ്മ വക്കീലിനോട് പ്രൊസീഡ് ചെയ്തോളാം. അയാൾ അനുശ്രീയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം അച്യുതൻ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളൂ. ആകെ ടെൻഷനോട് കൂടിയാണ് അയാളും ഇരിക്കുന്നത്. അനുശ്രീ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ മകന് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഭയം ശരിക്കും അച്യുതൻ്റെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. സമയം കോടതിയിൽ അനുശ്രീയുടെ കേസ് വിളിക്കുകയാണ്. അനുശ്രീയും അലോകും നേർക്കുനേർ കോടതിയിൽ നിൽക്കുക. അപ്പോൾ രവിവർമ്മ വക്കീലിനോട് പ്രൊസീഡ് ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ് ജഡ്ജി. അദ്ദേഹം ജഡ്ജിക്ക് മുന്നാകെ പറയാണ്, കഴിഞ്ഞ കോടതി വിധിയിൽ നമ്മൾ ഒരു കഥ കേൾക്കുകയുണ്ടായി. അനുശ്രീ പറഞ്ഞ അവളുടെ കഥ അത് കേൾക്കുന്ന ആർക്കും ഒരു പെൺകുട്ടി അനുഭവിച്ച യാതനയായിട്ടേ തോന്നത്തുള്ളൂ. അനുശ്രീയോട് നമുക്ക് സഹതാപവും തോന്നും. അത് പൂർണ്ണമായിട്ടും കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അതിൽ പലതും വസ്തുതാവിരുദ്ധമാണെന്ന് എനിക്കിന്നിവിടെ തെളിയിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം. എന്നിട്ട് അനുവിൻ്റെ അടുത്തേക്ക് അയാൾ ചെല്ലുകയാണ്. കുട്ടിയോട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. കുട്ടി അലോകിൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയായി പോയത് കുട്ടിയുടെ കുടുംബത്തെ രക്ഷിക്കാനാന്ന് പറഞ്ഞു. യുവർ ഓണർ, ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. ഇത്രയേറെ മാനസിക പ്രതിസന്ധി നേടുന്ന ഒരു കുട്ടി അങ്ങനെയുള്ളപ്പം തന്നെ അത്രയധികം വേദനിപ്പിച്ച ഒരാളുടെ വീട്ടിൽ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുമോ എന്നതാണ്. ഈ കുട്ടിക്ക് അതിൻ്റെ സ്വന്തം വീട്ടിലുള്ള ആരോടെങ്കിലും ഈ വസ്തുതകൾ പറയായിരുന്നു, ഇല്ലെങ്കിൽ പോലീസിൽ പോയി പരാതിപ്പെടായിരുന്നു. ഇതൊന്നും ഈ നിൽക്കുന്ന അനുശ്രീ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് അലോക് അല്ല, മറിച്ച് അനുശ്രീയാണ് അലോകിനെ പ്രണയിക്കാതിരുന്നതെന്നാണ്. ഇരു കുടുംബക്കാർക്കും ഇടയിലുള്ള പ്രതികാരം വീട്ടാൻ അനുശ്രീ അലോകിനെ ഉപയോഗപ്പെടുത്തുവാണെന്ന് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി മാത്രമാണ് അലോകിൻ്റെ കുടുംബത്തോടുള്ള ദേഷ്യം തീർക്കാൻ അനുശ്രീ ഭാര്യയായി അവിടെ നിന്നത് എന്ന് പറയാം. പെട്ടെന്ന് അനുശ്രീയുടെ വക്കീൽ എഴുന്നേറ്റ് നിന്ന് പറയും, എതിർഭാഗം വക്കീൽ പറയുന്നത് കള്ളമാണ്. ഈ നിൽക്കുന്ന കക്ഷി അനുശ്രീ അലോകിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും വസ്തുതാവിരുദ്ധം മാത്രമാണ് യുവർ ഓണർ എന്ന് പറയാണ്. ഈ കേസിൻ്റെ രേഖകൾക്കൊപ്പം ഞാൻ ഇതാ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ദിവാകരൻ എഴുതിയ സത്യവാങ്മൂലം കൂടി അങ്ങയ്ക്ക് മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് ജഡ്ജിക്ക് മുൻപാകെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ജഡ്ജി അത് കാര്യമായി തന്നെ വായിച്ചു നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അച്യുതന് ഭയമാവുകയാണ്. വീണ്ടും കേസ് അനുശ്രീക്ക് അനുകൂലമായ വരുന്നത്. ആ സത്യവാങ്മൂലത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിയിൽ വെച്ച് പ്രതിയായ അലോക് അനുശ്രീയെ ഉപദ്രവിക്കുന്നത് SHO ദിവാകരൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഇടപെടുകയും ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് അനുശ്രീ അതിനെതിരായിരുന്നു. എൻ്റെ കക്ഷിയുടെ അഭ്യർത്ഥന മാനിച്ചു മാത്രമാണ് അന്ന് ഈ നിൽക്കുന്ന അലോകിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. മാത്രമല്ല, ഇനി എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ തന്നെ നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് സ്വന്തം ഫോൺ നമ്പർ തന്നെ അനുശ്രീക്ക് നൽകുകയും ചെയ്തു. ഇവയെല്ലാം ആ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് അനുശ്രീയുടെ വക്കീൽ പറയാം. അങ്ങനെ ഇരിക്കെ
അങ്ങനെ ഇരിക്കെ എൻ്റെ കക്ഷി ഈ നിൽക്കുന്ന അലോകിൻ്റെ വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കഴിഞ്ഞിരുന്നതെന്ന് ലേൺ കൗൺസിൽ എന്തടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം യുവർ ഓണർ, അതുകൊണ്ട് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് രവിവർമ്മ പറയാണ്. പ്രതിയുടെ വീട്ടിൽ താമസിച്ചത് ആ ബന്ധത്തിൻ്റെ സ്വാഭാവിക തുടർച്ച മാത്രം, ഒരിക്കലുമല്ല യുവർ ഓണർ. എൻ്റെ കക്ഷി ആ വീട്ടിൽ കഴിഞ്ഞതിൻ്റെ കാരണം ഈ കോടതിക്ക് മുൻപാകെ വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട് എന്ന് അനുവിൻ്റെ വക്കീൽ അപ്പോൾ പറയാണ്. അത് പ്രണയം കൊണ്ടല്ല, ഭയം കൊണ്ടാ എന്ന് വീണ്ടും അനുവിൻ്റെ വക്കീൽ സ്ഥാപിക്കുകയാണ് കേട്ടോ. പ്രതിയുടെ ഭീഷണിക്ക് മുൻപിൽ സ്വന്തം കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ എൻ്റെ കക്ഷി നിർബന്ധിതയായതാണ്. അതുമാത്രമാണ് സത്യം. എൻ്റെ കക്ഷിയുടെ മുന്നിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അനുശ്രീ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തത്. പെട്ടെന്ന് അലോകിൻ്റെ വക്കീൽ പറയും, യുവർ ഓണർ, വാദിഭാഗം വക്കീൽ പറയുന്നത് പ്രതിയായ അലോക് അനുശ്രീയുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോടതിക്ക് മുൻപിൽ എനിക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനായിട്ടുള്ളൂ എന്ന് രവിവർമ്മ വക്കീൽ പറയുകയാണ്. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? പ്രതിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അനുശ്രീക്ക് വാങ്ങിയ വസ്ത്രങ്ങളുടെ ബില്ലുകളാണിവ എന്ന് പറഞ്ഞ് ഒരു വലിയ ബില്ല് തന്നെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അന്ന് അവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി. അനുശ്രീ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കുറേ ഡ്രസ്സ് എടുത്തിരുന്നല്ലോ, അതിൻ്റെ ബില്ലാണ് കാണിക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏകദേശ തുക 1,00,000 രൂപയ്ക്ക് മുകളിലാണ് എന്ന് രവിവർമ്മ വക്കീൽ പറയുകയാണ്. അത്രയേറെ ദേഷ്യം എൻ്റെ കക്ഷിക്ക് അനുശ്രീയോടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വില കൂടിയ തുണിത്തരങ്ങൾ എൻ്റെ കക്ഷി അനുശ്രീക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നോ എന്നൊരു ചോദ്യം കോടതിക്ക് മുന്നാകെ അയാൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ ജഡ്ജി ആ തെളിവുകളും നോക്കുകയാണ്. അതിനുശേഷം രവിവർമ്മ വക്കീല് കോടതി മുന്നാകെ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയോട് സ്നേഹമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത്രയും വില കൂടി ഇത്രയും പൈസയ്ക്ക് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അനുവിൻ്റെ വക്കീല് പറയാം, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ചില സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തതുകൊണ്ട് ആ കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല എന്ന് വീണ്ടും പറയാണ്. പ്രതിയുടെ വീട്ടിൽ എൻ്റെ കക്ഷിയെ നന്നായി നോക്കിയിട്ടുണ്ടാകും, ഇല്ലെന്ന് ഇവിടെ ആരും പറയുന്നില്ല എന്ന് വീണ്ടും പറയാം. പക്ഷേ അതുകൊണ്ട് പ്രതി ചെയ്ത കുറ്റം അത് കുറ്റമില്ലാതാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പ്രതിഭാഗം പറയുന്നത് പോലെ ആ വീട്ടിൽ എൻ്റെ കക്ഷിക്ക് സമാധാനമോ സ്വസ്ഥതയോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് വീണ്ടും പറയാണ്. അപ്പം അലോക് ഇതെല്ലാം കേട്ട് ആകെ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത്. എന്താകും വിധി എന്നുള്ള ഭയം അലോകിനുണ്ട്. അലോകിന് എൻ്റെ കക്ഷി ഒരിക്കലും ഒരു ഭാര്യ ആയിരുന്നില്ല, ഒരു ജീവിത പങ്കാളിയും ആയിരുന്നില്ല. മംഗലത്തുകാരോടുള്ള വർഷങ്ങളായുള്ള പക തീർക്കാൻ അലോകിന് കിട്ടിയ ഒരു ആയുധം മാത്രമായിരുന്നു. ആ പക വീട്ടാൻ അനുശ്രീയെ വീണ്ടും വീണ്ടും അയാളുടെ ആയുധമായിട്ട് ഉപയോഗിച്ചു. അനുശ്രീയോട് അലോക് ചെയ്തതൊക്കെ ഇത്രയും ഹീനമായ പ്രവൃത്തികളാണെന്ന് ഈ കോടതി മുന്നാകെ ഞാൻ സമർപ്പിച്ച് കഴിഞ്ഞു. സ്വന്തം അച്ഛന് മുന്നിൽ, സഹോദരന്മാർക്ക് മുന്നിൽ അനുശ്രീയെ അലോക് മനഃപൂർവ്വം അപമാനിച്ചു. എത്ര വട്ടം അപമാനിച്ചിരിക്കുന്നുവെന്ന് അനുശ്രീക്ക് തന്നെ അറിയത്തില്ല. ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട ബഹുമാനമോ ഒരു സ്ത്രീക്ക് നൽകേണ്ട പരിഗണനയോ ഈ പ്രതി എൻ്റെ കക്ഷിക്ക് ഒരിക്കലും നൽകിയിട്ടുമില്ല എന്ന് വീണ്ടും അനുവിൻ്റെ വക്കീൽ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് പ്രതിയുടെ വീട്ടിൽ താമസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അത് സന്തോഷകരമായ ഒരു ദാമ്പത്യമാണെന്ന് എന്തർത്ഥത്തിലാണ് ഈ പ്രതിഭാഗം ആരോപിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഒന്നുകൂടി കേസ് കടുക്കുകയാണ്. യുവർ ഓണർ, എൻ്റെ കക്ഷി സ്വന്തം കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അലോകിനൊപ്പം കൃഷ്ണമംഗലത്ത് അവൻ്റെ വീട്ടിൽ താമസിച്ചത്. അല്ലാതെ അവർക്കിടയിൽ യാതൊരുവിധ സ്നേഹബന്ധവും ഉണ്ടായിരുന്നില്ല. അതൊരിക്കലും ഒരു ഭാര്യയുടെ ജീവിതമേ ആയിരുന്നില്ല, ശരിക്കും ഒരു തടവുകാരിയുടെ ജീവിതമായിരുന്നു അനുശ്രീ അവിടെ നയിച്ചിരുന്നത് എന്ന് പറയാം. പ്രതിഭാഗം ആ സത്യത്തെ മറച്ചു വെക്കാനുള്ള ശ്രമം മാത്രമാണ് ഈ കോടതി മുന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അലോകിൻ്റെ വക്കീൽ പറയും, യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ജഡ്ജി പറയും, മിസ്റ്റർ രവിവർമ്മ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയാം. അപ്പം രവിവർമ്മയ്ക്കും ചെറുതായിട്ട് ഈ കേസ് അനുശ്രീക്ക് അനുകൂലമായി വരുമോ എന്നുള്ളൊരു ഭയം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അതുപോലെ അച്യുതനും നല്ല ഭയമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ഏകദേശം വിധി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പെട്ടെന്ന് ജഡ്ജി ചോദിക്കാം, അലോക്, നിങ്ങൾക്ക് ഈ കോടതി മുന്നാകെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നതായിരിക്കും എന്ന് പറയണേ. പെട്ടെന്ന് അലോക് അവിടെ നിന്നുകൊണ്ട് കരയുവാണ് കേട്ടോ. അപ്പം അലോകിൻ്റെ അവസ്ഥ കാണുന്ന അച്യുതന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. തല കുനിച്ചാണ് അലോക് അവിടെ നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത് എന്ന് വീണ്ടും ജഡ്ജി ചോദിക്കുക. അനുശ്രീ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് അലോക് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രതികരണം അലോകിൻ്റെ ഭാഗത്തു നിന്ന് ആരും കരുതുന്നില്ല. തെറ്റ് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ ഈ കോടതി തന്നാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ എന്ന് അലോക് ഏറ്റു പറയുകയാണ് കേട്ടോ.
പെട്ടെന്ന് അലോകിൻ്റെ വക്കീൽ പറയാ, യുവർ ഓണർ, എൻ്റെ കക്ഷി കഴിഞ്ഞ കുറേ നാളുകളായി ജയിൽവാസം തന്നെയാണ്. അതുമൂലം നിരന്തരമായ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ സ്ഥിരതയുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തിൽ കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായി ചില സാക്ഷികളെ കൂടി വിസ്തരിക്കാൻ ഈ കോടതി സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയാം. പെട്ടെന്ന് ജഡ്ജി പറഞ്ഞു, ദേ മിസ്റ്റർ രവിവർമ്മ, നിങ്ങളുടെ കക്ഷി ഈ കോടതിക്ക് മുന്നേ സ്വയമേ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇനി എന്ത് സാക്ഷികളെയാണ് തനിക്ക് വിസ്തരിക്കേണ്ടത് എന്ന് ചോദിക്കാം. ഇതിനുശേഷം പുതിയ സാക്ഷികളെ വിസ്തരിക്കേണ്ട നിയമപരമായ യാതൊരു ആവശ്യവും ഈ കോടതിയിൽ കാണുന്നില്ല. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞ് രവിവർമ്മയോട് ഇരിക്കാൻ പറയുകയാണ് കേട്ടോ ജഡ്ജി. രവിവർമ്മയും തല കുനിച്ച് നിൽക്കുക. കാരണം അലോക് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അയാളും കരുതിയില്ല. പെട്ടെന്ന് ജഡ്ജി ചോദിക്കുക, അനുശ്രീ, ഈ കേസുമായി ബന്ധപ്പെട്ട് അനുശ്രീക്ക് ഇനി എന്തെങ്കിലും ഈ കോടതി മുന്നാകെ പറയുവാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അനുശ്രീ, കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ പറഞ്ഞോളൂ. മടിക്കാതെ ധൈര്യമായി ഈ കോടതി മുന്നാകെ തനിക്ക് സംഭവിച്ച എന്ത് കാര്യവും ഇവിടെ പറയാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അനു എന്താ പറയാൻ പോകുന്നതെന്ന് ഓർത്ത് ഗോമതി ടെൻഷനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അലോകും ആകെ വല്ലാത്തൊരവസ്ഥയിൽ അനുശ്രീയെ നോക്കുവാണേ. അലോകിൻ്റെ അവസ്ഥ കാണുന്ന അനുശ്രീക്ക് സഹതാപം തോന്നുക. സാർ, എനിക്ക് ഈ കേസ് പിൻവലിക്കണം എന്ന് അനുശ്രീ പറയാം. അനുശ്രീയുടെ ആ സംസാരം കേൾക്കുന്ന ബാലനും ആരിനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഗോമതിയിലും ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ടെങ്കിലും ഒരു സന്തോഷമൊക്കെ കാണുന്നുണ്ട്. അച്യുതനും ആകെ അനുശ്രീ എന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആകാംക്ഷയോട് കൂടി നോക്കുവാണ്. പെട്ടെന്ന് ആര്യൻ എഴുന്നേറ്റ് നിൽക്കുക. അനു, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കേസ് പിൻവലിക്കാനോ? അനു, നിനക്കിത് എന്താ പറ്റിയേ എന്ന് ആര്യൻ ചോദിക്കുക. പെട്ടെന്ന് ഗോമതിയും ബാലനും കൂടി ആര്യനെ പിടിച്ചിരുത്തും. ആര്യ, അവിടെ ഇരുന്നേ, നീ എന്താ ഈ കാണിക്കുന്നത്? കോടതിയിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് പെരുമാറാൻ സാധിക്കില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. എടാ, ഇത് കോടതിയാണ്, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ബാലൻ വീണ്ടും ചോദിക്കാം. പെട്ടെന്ന് അനുശ്രീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഞെട്ടലിലാണ് കേട്ടോ കോടതിയിലുള്ള സകല ആൾക്കാരുവേ. അപ്പോൾ ബാലനും അനു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊരു ചിന്ത കടന്നു വരിക. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ബാലൻ റൂമിലിരുന്ന് കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അനുശ്രീ ബാലൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ഛ എന്നും പറഞ്ഞ് ബാലനെ വിളിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. നാളെയാണ് കോടതിയിലെ പ്രധാനപ്പെട്ട വാദം അല്ലേ അച്ഛ? എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ബാലൻ അപ്പം ചോദിക്കും. ഏയ് ഇല്ല അച്ഛ, അതൊക്കെ അന്ന് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ലൈവ് പോയതോടുകൂടി എൻ്റെ എല്ലാ ടെൻഷനും കഴിഞ്ഞായിരുന്നു അച്ഛ എന്ന് അനുശ്രീ പറയാം. പിന്നെ എന്താ മോൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാം. അല്ല, നാളെ ഞാൻ കോടതിയിൽ എന്ത് പറഞ്ഞാലും അതച്ഛൻ അംഗീകരിക്കൂലോ അല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. അതെന്താ മോൾ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ബാലൻ അപ്പം ചോദിക്കുന്നുണ്ട്. നീ കാര്യങ്ങൾ സ്ട്രോങ് ആയി അവതരിപ്പിക്കുമെന്ന് എനിക്കറിയാലോ. ആ അതെ അച്ഛാ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയും. എൻ്റെ മനസാക്ഷി പറയുന്ന തരത്തിലായിരിക്കും ഞാനവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് വീണ്ടും അനുശ്രീ പറയാണ്. അത് അച്ഛൻ അംഗീകരിക്കുമോ എന്നുള്ളതാ എനിക്കറിയേണ്ടത് എന്ന് ചോദിക്കാം. സംശയമില്ല, നീ പറയുന്ന എന്തും അച്ഛൻ അംഗീകരിക്കും. എൻ്റെ മോൾക്ക് ശരിയെന്ന് തോന്നുന്ന എന്ത് കാര്യവും അവിടെ അവതരിപ്പിക്കാം. എന്താ മോളെ, നമ്മുടെ വക്കീൽ എന്തെങ്കിലും പറയണമെന്നോ മറ്റോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ച എന്ന് പറയാം. വെറുതെ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛനോട് ഒരു നീരസവും തോന്നരുത്. എന്തായാലും അച്ഛൻ എൻ്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ അല്ലേ? അത് മതി എന്ന് അനുശ്രീ വീണ്ടും ബാലനോട് ചോദിക്കാം. ബാലൻ പറയും, ഉറപ്പായിട്ടും എൻ്റെ മോളുടെ ഏത് തീരുമാനത്തിലും ഈ അച്ഛനുണ്ടാകും എന്നൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ രാത്രിയിലെ കൂടിക്കാഴ്ച ബാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. എന്ത് വിചാരിച്ചാണ് അനുശ്രീ തന്നോട് സംസാരിച്ചതെന്ന് ഏകദേശം ബാലനും ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ബാലന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മകളുടെ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കാൻ തന്നെ ബാലനും തീരുമാനിക്കുക. ആരിനും ആകെ തല കുനിച്ച് നിൽക്കുക. പെട്ടെന്ന് ജഡ്ജി ചോദിക്കും, അനുശ്രീ, ഈ കേസ് പിൻവലിക്കാനുള്ള തീരുമാനം പൂർണ്ണമായും നിങ്ങളുടെ സ്വന്തം തീരുമാനം തന്നെയാണോ എന്ന് ചോദിക്കാം. ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ താങ്കൾ ഈ കേസ് പിൻവലിക്കാൻ ഒരു തീരുമാനമെടുത്തത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അനുശ്രീ പറയും, അല്ല സാർ, ഒരിക്കലുമല്ല, ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല, ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ് എന്ന് അനുശ്രീ തീർത്തു പറയാണ് കേട്ടോ കോടതി.
എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അനുശ്രീയുടെ വക്കീൽ ഈ കുട്ടി എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷേ രവിവർമ്മ വക്കീലിന് ഒരുപാട് സന്തോഷമാവുക. എങ്ങനെയായാലും തൻ്റെ കക്ഷി ജയിൽ മോചിതനാകുമല്ലോ. ഇത്രയും ദൂരം ഈ കേസുമായിട്ട് പിന്നെ എന്തിനാണ് കുട്ടി മുന്നോട്ട് വന്നത്, പിന്നെ ഇപ്പോൾ മാത്രം പിൻവലിക്കാനുള്ള കാരണം എന്താ എന്ന് ജഡ്ജി ചോദിക്കാം. സാർ, അലോക് ചെയ്ത തെറ്റ് അലോകിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അനുശ്രീ കോടതി മുന്നാകെ പറയാണ് കേട്ടോ. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്നതാണ് ആ തെറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നതും എന്ന് അനുശ്രീ കോടതി മുന്നാകെ പറയാണ്. പക്ഷേ അതിനർത്ഥം ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നല്ല. അയാൾക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം അയാൾക്ക് നന്നാകാൻ ഒരു അവസരം ഞാനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ മാത്രം കോടതി ഇതിനെ കണ്ടാൽ മതി. എനിക്കൊരിക്കലും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല. അയാൾ ചെയ്തതൊന്നും എനിക്കൊരിക്കലും മറക്കാനും സാധിക്കില്ല. അത്രയധികം എന്നിലെ സ്ത്രീത്വത്തെ അപമാനിച്ച വ്യക്തിയാണ് ഈ നിൽക്കുന്ന അലോക് എന്ന് അനുശ്രീ കോടതി മുന്നാകെ പറയാം. ഈ കേസിൽ 2 കുടുംബങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അലോക് ശിക്ഷിക്കപ്പെട്ടാൽ ആ വീട്ടിലുള്ളവരും വേദനിക്കേണ്ടി വരും. ആ വേദന അവരും അനുഭവിക്കേണ്ടത് ഞാനും കാണേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് പിൻവലിക്കുന്നത്. അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരെ വേദന എന്നെ അത്രയധികം സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായത് എന്ന് പറയാം. എന്ന് ആര്യൻ എഴുന്നേറ്റിട്ട് പറയും, അനു, നിന്റെ ഈ തീരുമാനം തെറ്റാണ്. ഒരിക്കലും ഈ കേസ് പിൻവലിക്കാൻ പാടില്ല. അവന് ശിക്ഷ കിട്ടണം. അവൻ ചെയ്തതിന് അവൻ അനുഭവിക്കുക തന്നെ വേണം എന്ന് ആര്യൻ പറയാം. ആര്യ, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ബാലൻ നിർബന്ധപൂർവ്വം പിടിച്ചവിടെ ഇരുത്തും. ഇവളെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആര്യന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താണ് കോടതിയുടെ തീരുമാനം എന്നറിയാൻ എല്ലാവരും ജഡ്ജിയെ ആകാംക്ഷപൂർവ്വം നോക്കുവാണ്. എന്തായാലും ഗോമതിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. വാദിയായ അനുശ്രീ യാതൊരു സമ്മർദ്ദത്തിനും വിധേയമാകാതെ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഈ കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്ന് ജഡ്ജി പറയാം. വാദിയുടെ അപേക്ഷ ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വാദിയുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്നും ഈ പെറ്റീഷൻ ഈസ് അലൗഡ് എന്ന് ജഡ്ജി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ തല കുനിച്ച് നിൽക്കുക. തൻ്റെ മകള് തന്നെ ഇന്ന് തോൽപ്പിച്ച് കളഞ്ഞോ എന്നൊരു ചിന്തയൊക്കെ കടന്നു വരികയാണ്. ഇതേ സമയം അച്യുതനും അച്യുതൻ്റെ വക്കീലിനും ഒരുപാട് സന്തോഷമാകുക. അപ്പോൾ പുറത്തിറങ്ങിക്കഴിയുമ്പം വക്കീൽ ചോദിക്കും, ഇതായിരുന്നു കുട്ടിയുടെ മനസ്സിലെങ്കിൽ എന്നെ എന്തിനാ വെറുതെ നാണം കെടുത്തിയത്? കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് ഒരു വാക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു എന്ന് വക്കീൽ അനുശ്രീയോട് പറയാം. അനുശ്രീയോട് ആ രീതിയിൽ വക്കീൽ സംസാരിക്കുന്ന കാണുന്ന ബാലൻ ഇടയ്ക്ക് കയറും. വക്കീലെ, അത് പിന്നെ ബാലേട്ട, പുഷ്പം പോലെ ഈ കേസ് നമ്മൾ ജയിക്കുമായിരുന്നു. എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലവുമായിരുന്നു. എന്നിട്ട് എന്താ അനു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്താ എനിക്ക് മനസ്സിലാകാത്തത്? മോശമായിപ്പോയി. ഇത് എന്നെ കൂടി അപമാനിച്ചതുപോലെ ആയിപ്പോയി. ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ കേസിലേക്ക് എന്നെ എന്തിനാ വലിച്ചിട്ടത് എന്ന് ചോദിക്കാം. വക്കീലെ, അത് പിന്നെ അനുമോളെ എന്നും പറഞ്ഞ് ബാലൻ അനുവിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വക്കീൽ ദേഷ്യത്തോടു കൂടി അവിടുന്ന് അങ്ങോട്ട് കടന്നു പോവാം. അനുവിനും അച്ഛനെ അഭിമുഖീകരിക്കാൻ നല്ല ടെൻഷനുണ്ട്. അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ആരും ചോദിക്കും, അനു, നീ ഇതെന്താ ഈ കാണിച്ചേ എന്ന് ചോദിക്കാം. അപ്പം എല്ലാവരും തന്നോട് ദേഷ്യപ്പെടുന്ന കാണുന്ന അനുശ്രീ ആണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അച്യുതന് വളരെയേറെ സന്തോഷമായിട്ടുണ്ട്. അയാളുടെ വക്കീലിനും ആയിട്ടുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും